ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പ്രത്യേക കാര്യം പറയാനാണ്. അപ്പോൾ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ? അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയ കാലം മുതൽ ഈ ഒരു നിമിഷം വരെ, അതായത് ഇന്നലെ വരെ എൻ്റെ അടുത്ത അതായത് നാട്ടുകാരായാലും വീട്ടുകാരായാലും ഫ്രണ്ട്സായാലും ചോദിക്കുന്ന ഒരേ ചോദ്യമാണ്, നിനക്ക് വരുമാനം കിട്ടിയോന്ന് അല്ലേ? അതായത് എൻ്റെ സബ്സ്ക്രൈബറുടെ എണ്ണം കണ്ടിട്ടായിരിക്കും അവർ നിശ്ചയിച്ചിട്ടുണ്ടാകും, അവൾക്ക് പണം കിട്ടാൻ തുടങ്ങി, പൈസ കിട്ടാൻ തുടങ്ങി. സത്യത്തിൽ നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ഇതറിയൂ. കാരണം എന്ന് വെച്ചാൽ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ മണി ഏൺ ചെയ്യാൻ തന്നെയാണ് എല്ലാവരും തുടങ്ങുന്നത്. ചില ആൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തുടങ്ങുന്നുണ്ടാവും, പക്ഷെ അതിൻ്റെ ലാസ്റ്റ് അവിടെ പണം തന്നെയാണ്, അവിടെ തന്നെയാണ് എല്ലാവരും പോകുന്നത്. അതുപോലെ തന്നെ ഞാനും ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളും ടൈം പാസ്സായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ എനിക്കും ഇപ്പോൾ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാനുള്ളൊരു പ്രവണത വന്ന് തുടങ്ങിയിട്ടോ. അത് ഇതിലേക്ക് നമുക്ക് ഇറങ്ങി തിരിച്ചാലേ മനസ്സിലാകും. അപ്പം മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ബിഗിനേഴ്സിനോടായാലും, അതായത് എന്നോട് ചോദിക്കുന്ന നാട്ടുകാരോടായാലും വീട്ടുകാരോടായാലും, നമ്മൾ ഈ യൂട്യൂബ് 5 മാസം കൊണ്ട് തുടങ്ങി, അല്ലെങ്കിൽ 5 മാസം കൊണ്ട് നമുക്ക് വരുമാനം കിട്ടിത്തുടങ്ങിയെന്ന് മനസ്സിലാക്കിയത് ഒരു പൊട്ടത്തരമാണെന്നേ ഞാൻ പറയും. കാരണം നമുക്ക് ഈ ഒരു ഞാൻ തുടങ്ങിയിട്ടാകെ എത്ര ആയിട്ടുള്ളൂ എന്നറിയാം. ഞാൻ ഡിസംബർ, അതായത് എൻ്റെ പ്രഗ്നൻസി ആ ഒരു ടൈമാണ് ഞാൻ തുടങ്ങിയത്. അതായത് വീഡിയോ എന്തോ ക്ലാരിറ്റി ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്റ്റക്കായി സംസാരിക്കുന്നത്. ഇപ്പോൾ ഓക്കെ ഉണ്ടോ? ഇപ്പോൾ ഷെയ്ക്ക് ആകുന്നുണ്ട് ഇങ്ങനെ, കാരണം മഴയായിക്കൊണ്ട് അത്ര വെളിച്ചില്ല. ഞാൻ റിംഗ് ലൈറ്റൊന്നും യൂസ് ചെയ്യാണ്ടാണ് വീഡിയോ എടുക്കുന്നത്. അതായത് എൻ്റെ സാധാരണ ഫോണിൻ്റെ ക്യാമറയിൽ തന്നെയാണ്. അപ്പോൾ എത്രമാത്രം ക്ലിയർ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. പ്ലീസ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് തുടങ്ങുമ്പം തന്നെ പൈസ വേണം എന്ന് പറഞ്ഞിട്ടല്ല തുടങ്ങേണ്ടത്. അതിലൊരു ആത്മാർത്ഥത പുലർത്തണം. അതായത് നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കണം. അതായത് നമ്മൾ യൂട്യൂബ് തുടങ്ങിയപാട് നമുക്ക് പൈസ കിട്ടുമൊന്നുമില്ല. അതിന് ഭയങ്കര കഷ്ടപ്പാടുണ്ടെന്ന് വെച്ചാൽ നല്ല കഷ്ടപ്പാടുണ്ട്. ഡെയിലി ഒരു വീഡിയോസ്, അതായത് ഷോർട്സ് മാത്രം ഉണ്ടാക്കിയിട്ട് വ്യൂസും സബ്സ്ക്രൈബറും കൂടിയ ആൾക്കാർ എത്രയോ ഉണ്ട്. അവർക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സബ്സ്ക്രൈബറുടെ എണ്ണം കിട്ടിയെന്ന് വെച്ചിട്ട് നമുക്ക് മണി കിട്ടണമെന്നില്ല. അതൊന്നുമല്ല ഇതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഒരു എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിൻ്റെ യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഈ അൽഗോരിതം. അപ്പോൾ പണ്ട് പറഞ്ഞതായിരിക്കില്ല ഇപ്പോൾ അതായത് 1000 സബ്സ്ക്രൈബർ കൂടാൻ വേണ്ടിയിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ മോണിറ്റൈസേഷനെ കുറിച്ചിട്ടും എല്ലാം ഞാൻ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ വാക്ക് അറിയാത്തവർക്കാണ്. എല്ലാവർക്കും അറിയാം മോണിറ്റൈസേഷൻ എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇനേബിൾ ആകുന്ന ഒരു കാര്യമാണ് മോണിറ്റൈസേഷൻ. അതായത് മെയിനായിട്ട് ഞാനൊരു കാര്യം പറയാം. അതായത് എന്നോട് ചോദിച്ചവർക്കുള്ള എല്ലാം മറുപടിയാണ്, അറിയാത്തവർക്കുമുള്ള മറുപടി. കാരണം അറിയാത്തവർ എത്രയോ ഉണ്ട് ഇന്നും യൂട്യൂബിൻ്റെ ഈ ഒരു മണീൻ്റെ കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഏൺ ചെയ്യുന്നതിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുണ്ട്. ഞാനെല്ലാം ഇപ്പം മനസ്സിലാക്കി തുടങ്ങിയത്. ഞാനും ആദ്യം തന്നെ വിചാരിച്ചാൽ നമുക്ക് ഇതിലേക്ക് വീഡിയോ ഇട്ടപ്പാട് നമുക്ക് പൈസ കിട്ടും. ഒരിക്കലുമല്ല, പൈസ അങ്ങനെ കിട്ടാനൊന്നും ഒരു വഴിയില്ല. നമ്മൾ നല്ലോണം ഇതിലേക്ക് എഫേർട്ട് ഇട്ടാൽ മാത്രമേ കിട്ടൂ. കാരണം വ്യൂസാണ് ഇതിൻ്റെ ആദ്യത്തേത്. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയാം. ഞാനിത് ഡിസംബറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഇപ്പോൾ മെയിൽ അല്ലേ, ഈ ഒരു മാസം എത്തി നിൽക്കുമ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ടഫായിട്ട് തോന്നി. ഇനി കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ വീഡിയോസ് ആദ്യമൊന്നും ആരും കാണത്തില്ല അല്ലേ, ആരും കാണില്ല. നമ്മൾ എന്താ ഇടുന്നത്, നമ്മൾ വെകിടൊന്നും ആരും കാണുവാനില്ല. അപ്പോൾ അത് നമ്മൾ ഡസ്പൊന്നും ആകരുത്. ആദ്യം നമ്മൾ വീഡിയോസൊന്നും ആരും കാണാനുണ്ടാവില്ല. പിന്നെ നമുക്ക് ഒരു 500 600 അങ്ങനെ വ്യൂസ് ഇങ്ങനെ കയറി വരിക. അതായത് നമ്മൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ഇടണം എന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ അതായത് 2 ക്രൈറ്റീരിയ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും. അതായത് 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വീഡിയോസ്, അതായത് ഷോർട്സ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബർ എണ്ണം കൂട്ടാൻ വേണ്ടി പറ്റും. അതായത് 4000 വാച്ച് അവേഴ്സിന് അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. അറിയുന്നവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ, എനിക്ക് കുഴപ്പമില്ല. പിന്നെ 4000 വാച്ച് അവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ
അതായത് പിന്നെ നമ്മളിപ്പോൾ വീഡിയോസിൽ ടോട്ടൽ വാച്ച് അവേഴ്സ്, അതായത് നമ്മൾ വീഡിയോസ് ഇടണം, ഷോർട്സ് അല്ല വീഡിയോസ് ഇടണം. വീഡിയോസിൽ പിന്നെ അതായത് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാച്ച് അവേഴ്സ് കൂടും. അതായത് മിനിമം 4000 കംപ്ലീറ്റ് ആയാലും നമുക്ക് മോണിറ്റൈസ് ആകും. മോണിറ്റൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് അവിടെ ഒരു അപ്ലൈ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് പൈസ കെട്ടി തുടങ്ങുക. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഒരു മോണിറ്റൈസ് ആകാത്തവർക്കാണെങ്കിൽ ഇത്ര വരെ ഇട്ട വീഡിയോസിന് നമുക്ക് പൈസ കിട്ടില്ല. എപ്പോഴാണോ മോണിറ്റൈസ് ആകുന്നത് അതിന് ശേഷമാണ് നമുക്ക് പൈസ കിട്ടി തുടങ്ങുക. പിന്നെ അതിനെക്കുറിച്ചിട്ട് എന്താ പറയേണ്ടത്? പിന്നെ നിങ്ങൾക്ക് എന്താ സംശയം, എനിക്ക് കിട്ടിയോ ഇല്ലയോ എന്നാ? അതായത് ഞാൻ എൻ്റെത് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഓ നിനക്ക് പൈസ കിട്ടി തുടങ്ങിയല്ലേ. പൈസ ഒന്നും കിട്ടാനൊന്നും ആയിട്ടില്ല. പിന്നെ അത് എന്നെ സംബന്ധിച്ച് പിന്നെ ഞാൻ തുടങ്ങിയത് ഡിസംബറിലാണ്. അപ്പോൾ എൻ്റെ കാലയളവിലും വളരെ ചുരുക്കമാണ്, വലിയ ഇയറൊന്നും ആയിട്ടില്ല. ഞാൻ പതുക്കെ ചൂടെടുക്കുന്നതിലും എന്നിട്ട് കുട്ടിയൊക്കെ ഉണ്ടായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് നല്ലോണം എഫേർട്ട് എടുക്കുന്നുണ്ട് ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. കാരണം ഞാനും ഇതിലേക്ക് ഒരു വരുമാനം എന്നാൽ നമ്മളില്ലേ ഇതിലേക്ക് ടൈം പാസ്സായിട്ട് തുടങ്ങും, പക്ഷെ നമ്മൾക്ക് ഒരു മിഡിൽ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്കൊരു വരുമാനത്തിലേക്കുള്ള ആ ഒരു തിങ്ക് വരും. അതായത് നമുക്ക് ആ ചിന്ത വരും, നമുക്ക് ഏൺ ചെയ്യാൻ കഴിയും, അങ്ങനെ ഒരു ചിന്ത വരും. അങ്ങനെയാണ് നമ്മളിതിൽ ഓവറായിട്ട് എഫേർട്ട് ഇട്ട് തുടങ്ങുക. പിന്നെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? ഈ യൂട്യൂബിൻ്റെ അൽഗോരിതം നമ്മൾ ഇന്ന് കണ്ട പോലെ ഒന്നും ആയിരിക്കില്ല നാളെ ഉണ്ടാകുക. അപ്പോൾ നമ്മൾ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും അത് അടിപൊളി, അത് ഉള്ളത് തന്നെയാണ് കേട്ടോ. അതിപ്പോഴും അതെ അപ്പോഴും അതെ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തന്നെ ഫസ്റ്റ് കടമ എന്ന് പറഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സും എനിക്കൊന്ന് 2000 വാച്ച് ഹവേഴ്സ്. അതൊന്നുമല്ല കേട്ടോ. പ്രൈമറി സ്റ്റെപ്പൊന്നും നിങ്ങൾ നോക്കണ്ട. മെയിനായിട്ട് വേണ്ടുന്നത് 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് ഹവറും. അപ്പോൾ തുടങ്ങിയ ബിഗിനേഴ്സിൻ്റെ ശ്രദ്ധയ്ക്കാണ്. നമ്മൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ, പിന്നെ എന്നെ പോലത്തെ ഞാനും ബിഗിനേഴ്സാണ്, കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ ലഭിക്കത്തുള്ളൂ. പിന്നെ എനിക്ക് പൈസ കിട്ടിയോ എന്നുള്ള സംശയമാണ് ഒട്ടുമിക്ക എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. കാരണം പിന്നെ എനിക്ക് മാർച്ച് ഏപ്രിൽ മെയ് ആണ് സബ്സ്ക്രിപ്ഷൻ കൂടിയത്. അതായത് ഞാൻ ഡെയിലി ഷോർട്സ് ഇടുന്നതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ഞാൻ ഷോർട്സ് ഇങ്ങനെ ഒരുപാട് തവണ, ഒന്നിൽ കൂടുതൽ ഷോർട്സ് ഞാൻ ഒരു ദിവസം ഇടാറുണ്ട്. അതായത് ഷോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ട് ചെയ്യുന്ന ഷോർട്സാണ് ഞാൻ ഇടാറ് അധികം. കാരണം എനിക്ക് മനസ്സിലായി, നമുക്കില്ലേ ഇതിലേക്ക് ഇറങ്ങി തിരിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇങ്ങനെയൊക്കെ ചെയ്താലാണല്ലേ ഇങ്ങനെ കിട്ടുക, അത് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായതുണ്ട് എന്ന് വെച്ചാൽ, നമ്മൾ ചാനൽ ഒരു കാറ്റഗറി തിരഞ്ഞെടുക്കണം. ഒന്നുകിൽ ബ്യൂട്ടി ടിപ്സ്, അല്ലെങ്കിൽ ഹെയർ ടിപ്സ്, അല്ലെങ്കിൽ ഫാഷൻ, അല്ലെങ്കിൽ ട്രാവൽ. എൻ്റെതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ 4 എണ്ണം വെച്ചിട്ടാണ് തുടങ്ങിയത്. ട്രാവലുണ്ട്, ലൈഫ് സ്റ്റൈല്, ഫാഷൻ, പിന്നെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ. പക്ഷേ എന്നിരുന്നാലും നമ്മളിപ്പോൾ ബ്യൂട്ടി ടിപ്സിൽ ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വ്യൂസ് കിട്ടൂലെന്ന്. പക്ഷെ നമ്മളതിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ആൾക്കാർ കാണും കേട്ടോ. അതെനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം ഉണ്ടാവും. ഞാൻ ഈ ബിഗ് ബോസ് ഈ ഒരു സീസൺ കാണാൻ തുടങ്ങി. നമ്മളെ ബ്യൂട്ടി ബ്ലോഗറില്ലേ ജാസ്മിൻ ജാഫർ, അവളെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്താണ് ഞാൻ നമ്മളെ ഈ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആ ബിഗ് ബോസിലുണ്ടായ എനിക്കുണ്ടായ ഓരോ അഭിപ്രായങ്ങൾ ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിനെനിക്ക് വ്യൂസ് കിട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നീട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം. അത് ബ്യൂട്ടി ടിപ്സ് ആയാലും, പിന്നെ ഹെയർ ടിപ്സ് ആയാലും, നമ്മൾ ട്രെൻഡിങ് ഫാഷൻ ആയാലും നമ്മൾ എന്താണോ അവർ ആഗ്രഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അത് ഞാനില്ലേ ഒരുപാട് വീഡിയോസ് മിക്സഡ് ആയിട്ട് ഇട്ട് വെക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്, അല്ലെങ്കിൽ അതായത് ഈ യൂട്യൂബ് കാണുന്നവർക്ക് എന്ത് തരം വീഡിയോസാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ എൻ്റെ ചാനലിൽ അധികം കാണുന്നത് ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊന്നുമല്ല. കാണുന്നുണ്ട്, ചുരുക്കം ചില പേർ മാത്രമേ കാണുന്നത് പിന്നെ നമ്മളെ ഈ ഇപ്പോഴത്തെ ട്രെൻഡിങ് വീഡിയോസ്. അതായത് ഇപ്പോൾ ബിഗ് ബോസിൽ ന്യൂസ്, ഇപ്പോഴത്തെ എന്താണ് ലേറ്റസ്റ്റ്, അതാണ് ആൾക്കാർ കാണാൻ ശ്രമിക്കുന്നത്. രണ്ടാമതായി മനസ്സിലായത് എനിക്ക് അതാണ് കേട്ടോ. നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടുക. അതായത് ഡെയിലി നിങ്ങൾക്ക് ഒരു ഷോർട്സ് ഇടാൻ കഴിയുമെങ്കിൽ അത്രയ്ക്ക് നല്ലത്. ഷോർട്സ് മാത്രമല്ല, വീഡിയോസ് ഇടണം. വീഡിയോസ് ഉണ്ടെങ്കിലേ നമ്മുടെ ചാനൽ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ 2 കാര്യം ഞാൻ പറഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞത്, പിന്നെ ഇന്നലെ വരെ ചോദിച്ചിനെ, ഓ നിനക്ക് ഒരുപാട് സബ്സ്ക്രൈബർ ആയല്ലോ, പൈസ കിട്ടി തുടങ്ങിയല്ലേ, പൈസ കിട്ടുമോ, പൈസ കിട്ടാൻ ചാൻസ് ഉണ്ടോ?
നമ്മളെ ഒരാളിനെ ഉത്സാഹപ്പെടുത്തുന്നതിന് തുല്യമാണ്. പൈസ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഇതിൽ എഫേർട്ട് എടുക്കാൻ തീരുമാനിച്ച ആളാണ്. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട്, എങ്ങനെയായാലും എപ്പോഴായാലും എന്തായാലും ഒരു തുടക്കം ഉണ്ടെങ്കിൽ അതിനൊരു അറ്റം ഉണ്ടാവും അല്ലേ. ആ അറ്റത്തിന് വേണ്ടി കാത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ ചാനൽ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്ര വരെ എന്നെ കണ്ടതിലും സപ്പോർട്ട് ചെയ്തതിലും എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് വരാൻ കാരണം തന്നെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഫ്രണ്ട്സിനും ഒക്കെ അറിയണം ഞാനിപ്പോൾ പിന്നെ യൂട്യൂബെല്ലാം തുടങ്ങിയല്ലേ പൈസ കിട്ടാനായോ എന്നുള്ള കാര്യം അറിയേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ ആരും യൂട്യൂബിലെ മണി റിവീൽ ചെയ്ത ചരിത്രമില്ല. എങ്ങനെയാണ് അവർക്ക് എത്ര പൈസ കിട്ടി, ഈ മാസം എത്ര കിട്ടി എന്ന് ഒരാൾ പോലും റിവീൽ ചെയ്ത ചരിത്രം ഇല്ല. അതായത് ലാസ്റ്റ് അവർ പറയും, പിന്നെ അവരൊന്നും പറയില്ല. അതുപോലെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അന്ന് എത്രമാത്രം റവന്യൂ കിട്ടി തുടങ്ങിയെന്ന് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, നമ്മൾ ഇതിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തതാണെങ്കിൽ എന്തായാലും നമ്മൾ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും, പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ചെയ്യും, ഉറപ്പാണ്. പിന്നെ അതായത് എനിക്ക് മനസ്സിലായ കാര്യമാണ്, നമ്മൾ എന്ത് കാര്യത്തിലായാലും എഫേർട്ട് ഇട്ടാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉറപ്പാണ്. ഇനിയിപ്പോൾ നിങ്ങളിൽ ഈ ബിഗിനേഴ്സ് ഇപ്പോൾ എത്രയോ 1000 കുറവുള്ള സബ്സ്ക്രൈബർ ഉള്ളവരെ ലക്ഷ്യം 1000 സബ്സ്ക്രൈബറാണല്ലേ, ഫസ്റ്റ് ക്രൈറ്റീരിയ അതാണല്ലോ. ആ 1000 നിങ്ങളിങ്ങനെ ഇതാകും. ശരിയാണ്, അതാകുന്നവരെ ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും എൻ്റെ ആയാലും അവസ്ഥ എന്ന് വെച്ചാൽ ഞാൻ ആദ്യമൊക്കെ രാവിലെ എണീച്ചാൽ മൊബൈൽ ഓപ്പൺ ചെയ്തിട്ട് വാട്സപ്പിൽ എന്താ മെസ്സേജ് വന്നത് അതാണ് ചെക്ക് ചെയ്യല്. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് എത്ര വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യും, എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്നാണ് ഞാനിപ്പോൾ നോക്കാറ്. കാരണം മാറ്റം കണ്ട നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു മൈൻഡ് സെറ്റ് വരും. അതായത് നമ്മളൊരു യൂട്യൂബറാണ്, നമ്മൾ ഡെയിലി നമ്മളെ വ്ളോഗ്സ് കാണാൻ ആൾക്കാരുണ്ട്, ഭയങ്കര സന്തോഷം, മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് യൂട്യൂബ്. എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എനിക്കൊരു സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, നമ്മളെ ആൾക്കാർ കാണാനുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം, ഒരു ആത്മസംതൃപ്തി അല്ലേ, അതിന് ആ വാക്കാണ് പറയാം. കാരണം ഇപ്പോൾ എല്ലാവർക്കുള്ള സംശയമാണ്, പിന്നെ അതായത് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ അതായത് 1000 കടന്നപ്പാട് എന്തായാലും പൈസ കിട്ടി തുടങ്ങും. ഒരിക്കലും അല്ല കേട്ടോ. ഞാൻ പറയാം, ബിഗിനേഴ്സിനോടായാലും ഇനി യൂട്യൂബിനെ പറ്റിയിട്ട് ABCD അറിയാത്തവരായാലും ഞാൻ പറയുന്ന ഒരിക്കലും 1000 കംപ്ലീറ്റ് ആയി അല്ല 8000 അല്ല 10,000 അല്ല എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും കാര്യമില്ല. അതിൽ വാച്ച് അവർ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമേ നമ്മളുടെ ചാനൽ മോണിറ്റൈസ് ആവുകയും ചെയ്യും, പൈസ കിട്ടത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഞാൻ എന്തിനാ ഈ വീഡിയോ എടുത്ത് വന്നത് നിങ്ങൾക്കുള്ള മറുപടിയാണ്. കാരണം എല്ലാവർക്കും അറിയണം, ഞാനിപ്പോൾ കുറച്ചായിട്ടല്ലോ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ നല്ലോണം ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവൾ വീഡിയോസ് ഇടുന്നതിൻ്റെ അർത്ഥം ഒക്കെ പൈസ കിട്ടി തുടങ്ങിയെന്നാണോ, അങ്ങനെ കുറേ സംശയമുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ള കാര്യമാണ്, നമ്മളിതിൽ ആത്മാർത്ഥമായിട്ട് നല്ലോണം എഫേർട്ട് എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പൈസ കിട്ടും. ഇന്ന് വരെ ഒരു യൂട്യൂബറും അവരുടെ വരുമാനം ഫുള്ളായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഇതിൽ നല്ലോണം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അത്രയേ എനിക്ക് പറയാനുള്ളൂ. എനിക്ക് ഈ ഒരു 5 മാസം കൊണ്ട് അല്ലെ ഞാൻ കഴിഞ്ഞ ഡിസംബർ അല്ലേ 6 മാസം ആകുന്നേ അല്ലേ, 5 മാസം ഒരു 5-6 മാസത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ്, നമ്മൾ എന്നും വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ അതിൽ എഫേർട്ട് എടുത്ത് നമ്മൾ കണ്ടൻറ്റ് ബേസായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ആ 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും കഴിയും, 1000 സബ്സ്ക്രൈബറും ഉണ്ടാവും. ഭാവിയിൽ നമുക്ക് ഒരു മണി ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നെപ്പോലത്തെ എന്നല്ല, നമ്മളിപ്പോൾ എന്താ പറയുക, ഒരുപാട് പെൺകുട്ടികളുണ്ട് വീട്ടിൽ തന്നെ പിന്നെ കല്യാണം കഴിച്ചിട്ട് പഠിപ്പൊക്കെ ഇല്ല, ഒന്നും ഏണിങ്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ വെറുതെ ഇരിക്കുന്നവർക്ക് അവനവന് എന്താ അറിയുന്നത്, പല കഴിവുണ്ട്. ഫാഷൻ ഡിസൈനർ ഉണ്ട്, പിന്നെ ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട് അല്ലേ, നിങ്ങൾക്ക് ഡാൻസ് പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് യൂട്യൂബിലിട്ടാൽ അതും നമുക്ക് നല്ലതാണ്. കാരണം അത് കാണാൻ ആൾക്കാരുണ്ടാവും. അതായത് നമ്മൾ എന്താണോ നമ്മൾ ആദ്യമല്ലേ നമ്മളിത് ചാനൽ തുടങ്ങുമ്പോൾ പിന്നെ പൈസ കിട്ടണം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് കൊടുക്കുക, അത് അവർക്ക് ഉപകാരപ്രദം അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതിലൊരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ മാത്രമേ അതിലൊരു സക്സസ് ഉണ്ടാവും. അത് എന്ത് കാര്യമായാലും നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വലിയൊരു അത് ഓഫീസ് ജോലിക്ക് പോകുന്നതെങ്കിൽ നമ്മളുടെ വീട് പോലെ നമ്മളുടെ ഓഫീസ് പോലെ അത് നമ്മുടെ സ്വന്തം ഓഫീസ് പോലെ അവിടെ ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടൂ അല്ലേ. അപ്പോൾ അവർക്ക് ആ റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സാലറി കിട്ടും. അതേപോലെ തന്നെയാണ് യൂട്യൂബ്. നമ്മൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യണം. അതായത് നല്ല കണ്ടൻറ്റുകൾ കൊടുക്കാൻ ശ്രമിക്കാം. അന്നേരം അവർ നമ്മളെ വ്യൂസ് അതായത് അവർ നമ്മളെ വ്യൂ ആകും, അതായത് കാണും. അപ്പോൾ
നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഗ്രോ ആവും, നമ്മളെ ചാനലും ഗ്രോ ആവും. അപ്പോൾ വീഡിയോ പിന്നെ വൈൻഡപ്പ് ചെയ്യാണ് വലിയ നീട്ടി വലിച്ചിട്ടുള്ള വീഡിയോ ഒന്നല്ല. എല്ലാവർക്കും ജസ്റ്റ് എൻ്റെ ഇത്രയൊരു കാലയളവിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടിയവരെ എൻ്റെ ഒരു നാട്ടുകാർക്കും വീട്ടുകാർക്കും അയൽവക്കക്കാർക്കും ഫ്രണ്ട്സിനും പിന്നെ ഒട്ടുമിക്ക എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിനുള്ളൊരു മറുപടിയാണ് ഞാനിപ്പോൾ തന്നത് ഈ വീഡിയോയിൽ. അപ്പം ബിഗിനേഴ്സിനായാലും ഇതുവരെ ഹെൽപ്ഫുള്ളാണ്, നിങ്ങൾക്കൊരു മോട്ടിവേഷനാണ് ഞാനിപ്പം ഈ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇനി യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ പറയാനുള്ള ഒന്നാണ്, നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കോളൂ. ആദ്യം നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ നമ്മളൊരു കൈത്താങ് പോലെ നമ്മൾ പ്രവർത്തിക്കും. അതായത് ആദ്യത്തേന് നല്ല വ്യൂസ് ഉണ്ടാവും, പിന്നെ നമ്മൾ വ്യൂസ് കുറഞ്ഞു വരും. അത് നമ്മളുടെ ഇടുന്നതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിനോടുള്ള ഒരു കാര്യം പറയാനുള്ളത് എന്ന് വെച്ചാൽ, നിങ്ങൾ 1000 കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും 4000 വാച്ചേഴ്സ് കംപ്ലീറ്റ് ആയില്ല ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അത് എപ്പോഴായാലും കംപ്ലീറ്റ് ആകും. നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുക, കഴിയുമെങ്കിൽ ദിവസം ഒരു ഷോർട്സ് എങ്കിലും ഇടാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോസ് യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ബൈ.